ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഖിലയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഗൗതം ഒരുപാട് സന്തോഷിക്കുവാണ്. അങ്ങനെ സാറിനോട് 1000 നന്ദിയൊക്കെ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സമാധാനം കെടുത്തിയ വലിയൊരു പ്രോബ്ലത്തിന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് സാർ പരിഹാരം കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നന്ദി പറയേണ്ടത് എന്നോടല്ല ഗൗതം, അഭിരാമിയുടെ ആ ബന്ധുവിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഗൗതം അങ്ങനെ നോക്കുക കേട്ടോ, അഭിരാമിക്ക് അങ്ങനെ ഒരു ബന്ധുവുണ്ടോ? അപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അഭിരാമിക്ക് വേണ്ടി ചെയ്ത, അഭിരാമിയേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ബന്ധുവിനാണെന്ന് പറഞ്ഞപ്പോഴും ഗൗതം ഇങ്ങനെ നോക്കുക. അപ്പം സാറ് പറയുന്നത് അപ്പം ഞാൻ മറ്റാരെയും കുറിച്ചല്ല, തൻ്റെ ഭാര്യയെക്കുറിച്ച് തന്നെ ഈ പറയുന്നത്, അളകനന്ദയെക്കുറിച്ചാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം നടുങ്ങിപ്പോയി. ഗൗതം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ നന്ദയെക്കുറിച്ച്. സർ, നന്ദയാടോ ആരും അറിയാതെ അഭിരാമിക്ക് വേണ്ടി കരുക്കൾ നീക്കിയതെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഗൗതം അവിടെ തീർന്നു പോയില്ലേ. എൻ്റെ സഹായവും ഗൈഡൻസും അവളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അഭിരാമിയെ ഒറ്റുകൊടുത്തത് നന്ദയാണെന്ന് താൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് തീ പിടിച്ചതുപോലെ നന്ദയും അർജുനും എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷേ അത് ചെയ്തത് നന്ദയല്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നുവെന്നും ADGP സാറ് പറയാം. അത് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് എന്തൊക്കെയോ തെളിവുകൾ കളക്ട് ചെയ്ത് നന്ദ പോവുകയും ചെയ്തെന്ന് പറഞ്ഞു. തനിക്ക് അതൊക്കെ ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം ഞാനത് മനസ്സ് തുറന്നൊന്ന് നോക്കിയതുപോലും ഇല്ല സാർ എന്ന് പറയാം. അഭിരാമിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ നീറ്റുകയായിരുന്നു എന്ന് ഗൗതം പറഞ്ഞപ്പം ഇനി താൻ അഭിരാമിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, സുരക്ഷിതമായ കൂടാരത്തിൽ അഭിരാമിയും കുഞ്ഞും എത്തിക്കഴിഞ്ഞു, നന്ദ അവരെ എത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ ആ ഒരു വല്ലായ്മ ഇത് കാണായിരുന്നു. ഈശ്വര, ഞാൻ നന്ദ ഇനി എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ചോദിച്ചപ്പം താൻ കൂളായിട്ട് തന്നെ അങ്ങ് ചെല്ലടോ, തൻ്റെ നന്ദ അല്ലേടോ എന്ന് ചോദിച്ചു. ഒരു തെറ്റ് പറ്റിപ്പോയി, അത് താനങ്ങ് മറന്നേക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഗൗതത്തിന് എന്ത് പറയണമെന്ന് അറിയില്ല. അവളുടെ സ്നേഹത്തിന് അതിനേക്കാൾ വലിയ സ്നേഹം കൊണ്ട് മറുപടി കൊടുക്കുക, അതാ വേണ്ടത്. തൻ്റെ മനസ്സ് തുറന്ന് താൻ അവളെ സ്നേഹിക്കുക, അവളെല്ലാം മറന്നോളും. ഐ എം ഷുവർ, താൻ ചെല്ല്, ബി ഹാപ്പി മാൻ എന്ന് പറഞ്ഞ് സാർ ഇങ്ങനെ ഗൗതത്തിനോട് ഓരോന്നോ പറഞ്ഞങ്ങ് വിടുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇന്ദീവരം തറവാട്ടിൽ നമ്മുടെ നയന മധുര പലഹാരങ്ങൾ കൊണ്ടുവന്ന് അരുന്ധതിയുടെയും മോഹിനിയുടെ ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. അപ്പം എന്താ ഇതെന്ന് ചോദിച്ചപ്പം ഇതൊന്ന് കഴിച്ചു നോക്കാം, അപ്പം അറിയാലോ എന്ന് പറഞ്ഞു. അതെ, പേടിക്കണ്ട, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അരുന്ധതിയെ കൊണ്ട് കഴിപ്പിക്കുവാണേ. അപ്പം അങ്ങനെ എടുത്ത് വായിൽ വെച്ച് നോക്കി, വെച്ച് കഴിഞ്ഞപ്പോൾ കൊള്ളാം, നല്ലതാണല്ലോ, നന്നായിട്ടുണ്ടെന്ന് അരുന്ധതി പറഞ്ഞു. അപ്പം മോഹിനി മേടിച്ച് കഴിച്ചു. അങ്ങനെ എനിക്കിതാ മോളെന്ന് പറഞ്ഞു മോഹിനി മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കിയ അർജുൻ എന്ന് പറഞ്ഞു. നയന അത് കൊടുക്കുമ്പോൾ ഇതെന്താന്ന് ചോദിച്ചാൽ അർജുൻ, ഇത് നയന എന്തോ ഉണ്ടാക്കിയ പലഹാരം, അതേ നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷണമാണെന്ന് ചോദിച്ചു. എന്നെ ഉപദ്രവിക്കല്ലേ, എനിക്ക് ഇനിയും ജീവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അർജുൻ പോകുമ്പോൾ അവിടെ നിന്നേ എന്നാൽ പിന്നെ നീ കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നയന നിർബന്ധിക്കുക. അങ്ങനെ അർജുനെ കഴിപ്പിക്കുകയാണ് നമ്മുടെ നയന. ഇത് കണ്ടോണ്ടാ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നയനയുടെ ഭക്ഷണം അല്ലെങ്കിൽ ആ പലഹാരം അത് നന്നായിട്ട് അർജുൻ ഇഷ്ടപ്പെട്ടു. അപ്പം നയന ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് അർജുൻ പറയുന്നു. ഇത് കേട്ട് പിങ്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമോ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി പോകുമ്പം നയനെ പിന്നാലെ ചെന്നു. ആഹാ, പിങ്കിയെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതൊന്ന് കഴിച്ചു നോക്കിക്കേന്നും പറഞ്ഞു പിങ്കിക്ക് കൊടുക്കുക. പിങ്കി നയനെ നോക്കുന്ന നോട്ടം, ഓഹോ പിങ്കിക്ക് എന്നോട് ദേഷ്യമാണല്ലേ എന്ന് നയന ചോദിച്ചു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു പിങ്കി. അല്ല, നമ്മൾ തമ്മിൽ കുറേ തർക്കമൊക്കെ ഉണ്ടായിട്ടില്ലേ, അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം. അപ്പം ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു നേരത്തേക്കും നമ്മുടെ പിങ്കി. പിന്നെ അല്ലാതെ ശരിക്കും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണുന്നതാ എൻ്റെ സ്വഭാവം എന്ന് പിങ്കി പറഞ്ഞപ്പം ദാറ്റ്സ് ഗുഡ്, എങ്കിലിതാ നമുക്ക് ഈ മധുരം കഴിച്ച് ഈ പിണക്കം അങ്ങ് അവസാനിപ്പിക്കാം, ദാ കഴിക്കുക. അതും പറഞ്ഞ് നയന പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പിങ്കി പുറമെ പറയുന്നതും അകത്ത് പ്രവർത്തിക്കുന്നതും രണ്ടായതുകൊണ്ട് പിങ്കിക്ക് അതിനോട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിങ്കി ചോദിച്ചു, ഇതെന്താ ഇത് പാൽപ്പേടയാണോ എന്ന് ചോദിച്ചു. ഓ, പിങ്കി മോൾക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയാമോ എന്ന് ചോദിച്ചപ്പം നോർത്തിലൊക്കെ വളരെ ഫേമസ് അല്ലേ ഇത്, പക്ഷെ ഇങ്ങനെയൊന്നും അല്ല അത് കാഴ്ചയിൽ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന് പേരിട്ട് വിളിക്കാത്ത. ഇതൊന്ന് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിങ്കി. അപ്പം അതിൻ്റെ അർത്ഥം പിങ്കിയുടെ പിണക്കം മാറിയിട്ടില്ലെന്നല്ലേ എന്ന് നയന ചോദിച്ചപ്പം അതൊന്നുമല്ല, ഒരാൾ ഉപയോഗിച്ച സ്പൂണല്ലേ, അത് ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി നമ്മുടെ അർജുനെ അപമാനിക്കുകയാണ് പിങ്കി. അത് കേട്ടപ്പം ഓ സോറി, ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അല്ല അർജുനല്ലേ ഈ സ്പൂൺ ഉപയോഗിച്ചത്,
ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ സ്പൂൺ യൂസ് ചെയ്യാവുന്നതിന് എന്താ കുഴപ്പം എന്ന് നയന ചോദിച്ചപ്പം പിങ്കി ഇങ്ങനെ അർജുനെ നോക്കുന്നു, അർജുൻ പിങ്കിയെ നോക്കുന്നു, അരുന്ധതിയും മോഹിനിയും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പിങ്കിക്ക് ഒരു തിരിച്ചടി കിട്ടണല്ലോ. അപ്പം ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല, അത് ഉറപ്പാ, ഒന്ന് ഇളക്കി നോക്കാം എന്ന് നയന ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാട്ടോ. ആ കഴിക്ക് പിങ്കി, അർജുൻ മാത്രമേ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നെന്താ കുഴപ്പം? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരല്ലേ, കഴിക്ക് അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന നിർബന്ധിച്ച് പിങ്കിക്ക് കൊടുക്കുക. അങ്ങനെ പിങ്കിയെ വെറുതെ വിടാൻ നയന ഉദ്ദേശിച്ചിട്ടില്ല. അവളുടെ ചീട്ട് കീറാൻ തന്നെയാണ് നമ്മുടെ നയനയുടെ തീരുമാനം. അങ്ങനെ കഴിക്കെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പിങ്കിയെ കൊണ്ട് അത് കഴിപ്പിച്ചു നമ്മുടെ നയന. അങ്ങനെ അഹങ്കാരം പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ നിന്ന് ചിരിക്കുവാട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ ഈ മിടുക്കിയുടെ ആ ഒരു ഇത് കണ്ടിട്ട് നമ്മുടെ മോഹിനിയും അരുന്ധതിയും സമ്മതിച്ചു കൊടുത്തു അവളെ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നയന. അപ്പം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിങ്കി. അങ്ങനെ അത് കഴിപ്പിച്ചു. ശരി, ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പം ചോദ്യം ഒന്ന് പിങ്കി നയനയോട്. ആ ചോദ്യം തന്നെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്ര തവണ അല്ലെങ്കിൽ എത്രത്തോളം അറിയാമെന്നുള്ളത് പരീക്ഷിക്കുന്ന ഒരു ചോദ്യമാണെന്നും പറഞ്ഞുകൊണ്ട് നയന എടുത്തിട്ടു. ഉത്തരം പറഞ്ഞ പിങ്കി വിജയിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചു. എന്താ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ പിങ്കി അതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാക്കപ്പുള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? കാക്കപ്പുള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? മറുക്. അതാണോ? അതിനിപ്പോൾ എന്താ? എൻ്റെ ചോദ്യം അതൊന്നുമല്ല. അതെ, എൻ്റെ ചോദ്യം അർജുൻ്റെ ശരീരത്തിൽ ഒരു കാക്കപ്പുള്ളിയുണ്ട്, അതെവിടെയാണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഞെട്ടി. പിങ്കി ഇങ്ങനെ അർജുനെ നോക്കും. അർജുനാണെങ്കിൽ ഒന്നും അല്ലാത്തതുപോലെ തല കുമ്പിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് അവരെല്ലാവരും നോക്കുക. അപ്പോൾ പറ പിങ്കി, സ്വന്തം ഭർത്താവല്ലേ അർജുൻ, ആളുടെ ദേഹത്ത് ഒരു മറുകുണ്ടെങ്കിൽ പിങ്കി അത് അറിയാതിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിങ്കി ഞെട്ടി. പിങ്കിക്കാണെങ്കിൽ നാണക്കേടായിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചല്ലോ. പറ പിങ്കി, അപ്പം മോളതങ്ങ് പറഞ്ഞു കൊടുക്കും മോളെന്നും പറഞ്ഞ് അരുന്ധതി പറയാം. അപ്പോൾ പിങ്കിക്ക് അറിയില്ലല്ലോ. എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയന നിന്നങ്ങ് ചിരിച്ചു. ആ സമയത്ത് ചെന്ന് അർജുൻ്റെ ബനിയൻ പൊക്കി വയറിൻ്റെ സൈഡിലുള്ള ആ കാക്കപ്പുള്ളി കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഈ കാക്കപ്പുള്ളി കണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അരുന്ധതിയും മോഹിനിയും ആകെ ചൂളി അങ്ങനെ ഇരുന്ന് പോവുകയാണ്. കള്ളങ്ങളൊക്കെ പുറത്തു വരികയാണല്ലോ. അങ്ങനെ പിങ്കിയെ പാരസ്യമായി അപമാനിച്ച് അവളുടെ ചീട്ട് കീറിയ നയനെ അവളെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടു. ആ സമയത്ത് നമ്മുടെ നയന നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. ഇവക്കുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ ഗൗതം റൂമിലിരുന്ന് അച്ഛൻ്റെ ഫോട്ടോ നോക്കി തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് കരയുന്ന നന്ദയുടെ അരിയിലേക്ക് വരിക. കയ്യിലൊരു കൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നന്ദ ഇത് കാണുന്നില്ല. അപ്പോൾ എനിക്ക് ചാരാനൊരു തോള് പോലും ഇല്ല, ഹൃദയം പൊട്ടി കരഞ്ഞ ആ കണ്ണുനീര് തുടയ്ക്കാൻ ഒരാളും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇരുന്ന് കരയും അച്ഛൻ്റെ ഫോട്ടോ നോക്കി. അച്ഛനുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നെ ആർക്കും ഈ ലോകത്ത് ഒറ്റപ്പെടുത്തി കളയാൻ കഴിയില്ല എന്നുള്ളൊരു അഹങ്കാരം. ഗൗതം സാറിനെ കിട്ടിയപ്പോഴും ഞാൻ അതുപോലെ തന്നെ വിശ്വസിച്ചു. എന്നെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരാൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ തെറ്റിപ്പോയച്ചാ, അച്ഛൻ മരണം കൊണ്ട് എന്നെ തോൽപ്പിച്ചു. ഗൗതം സാറ് സ്നേഹമില്ലായ്മ കൊണ്ടും എന്നെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗൗതം ഇതൊക്കെ കേട്ടിങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക കേട്ടോ. നന്ദയുടെ ഉള്ളിലുള്ള സങ്കടം മുഴുവൻ ഗൗതം കേൾക്കുകയല്ലേ. അങ്ങനെ നമ്മുടെ ഗൗതം നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു. സാറിനെ കണ്ടപ്പോഴത്തേക്കും കണ്ണൊക്കെ തുടച്ച് അങ്ങനെ ഇരിക്കുക നമ്മുടെ നന്ദ. അപ്പോൾ ഗൗതം ചെന്ന് നന്ദയുടെ അരികിൽ ഇരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സോറി പറഞ്ഞു നമ്മുടെ നന്ദ. അപ്പോൾ റിലാക്സ് ചെയ്യാൻ പറഞ്ഞു ഗൗതം നന്ദയോട്. അപ്പോൾ നന്ദ ഒന്നും വലിയതായിട്ട് എടുത്തിട്ടില്ലേ. ഇങ്ങോട്ട് നോക്കൊന്നും പറഞ്ഞ് ഞാനൊരു സോറി പറഞ്ഞാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് നന്ദ പറയാണേ. അത് കേട്ടപ്പോൾ നന്ദ എന്താ താനിങ്ങനെ കരയണേന്ന് ഗൗതം ചോദിക്കണം. അപ്പോൾ വേണ്ട സാർ, വേണ്ട. അത് പിന്നെ എടോ ഞാൻ ഇന്നാ എല്ലാം അറിഞ്ഞത് എന്ന് ഗൗതം പറഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുവാട്ടോ. എല്ലാം ഞാൻ അറിഞ്ഞു, എല്ലാം. ആമിയെ ഒറ്റ കൊടുത്തത് താനല്ല എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയതെന്ന് നമ്മുടെ നന്ദ പറയാം. അപ്പോൾ ഗൗതം പിന്നാലെ എഴുന്നേറ്റ് ചെന്നു. ലാസ്റ്റ് നന്ദയുടെ കാല് പിടിച്ച് പിന്നാലെ ഇങ്ങനെ കെഞ്ചി നടക്കുമോ നമ്മുടെ ഗൗതം. എല്ലാ കുറ്റം ഞാൻ ഏറ്റോളാം. സർവീസ് റിവോൾവർ ഇരിപ്പുണ്ടല്ലോ കയ്യിൽ, എടുത്ത് ഞങ്ങൾ കൊന്നേക്കാൻ പറഞ്ഞു നന്ദ. അപ്പം നന്ദ എന്നും പറഞ്ഞ് വിളിക്കുമ്പം എന്തുമാത്രം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇനി സാർ അത് വിശ്വസിക്കേണ്ട, അതെനിക്ക് ഇഷ്ടമെന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ ഗൗതം അവിടെ തീർന്നു നിൽക്കുക. നന്ദ തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം വീണ്ടും നന്ദയോട് ഇങ്ങനെ ക്ഷമ യാചിക്കുക. അപ്പം താൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ എനിക്കുള്ളത്? പിണങ്ങാനും വഴക്കിടാനും
മിണ്ടാനും ഒക്കെ എനിക്ക് താനല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം സോപ്പിടുവാ നന്ദയെ കേട്ടോ. അപ്പോൾ നന്ദ ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുക. പിണക്കം മാറ്റാനേ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നന്ദ നോക്കുക. അപ്പോൾ എന്ത് സമ്മാനമാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നന്ദയുടെ കൈകളിലേക്ക് അത് ഗൗതം എടുത്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു തണ്ണിമത്തനാണ് കൊണ്ടത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ചിരി വന്നു. ഈ വാട്ടുമല എനിക്കിഷ്ടമല്ല, ഈ നിൽക്കുന്ന തണ്ണിമത്തങ്ങയെ എനിക്കിഷ്ടമെന്ന് നന്ദ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി ഒരുപാട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗൗതം എന്നിട്ട് ഈ തണ്ണിമത്തൻ മുറിച്ചാ നമ്മുടെ നന്ദയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി. ആ സമയത്ത് ആ പ്രൊഫസറുടെ കാര്യം താൻ എന്താ പറഞ്ഞ് അയാൾ തന്നെ വല്ലാണ്ട് ഹറാസ് ചെയ്യുന്നുണ്ടല്ലേ, താൻ ഇടപെടണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ തന്നെ അത് ഇടപെട്ട് നോക്കിക്കോളാം, വല്ലാണ്ട് വിഷമം വരുമ്പോൾ അത് പറയാൻ ഒരു ചെവി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒന്നല്ല 2 ചെവിയും തന്നേക്കാം പോരെ എന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം. അങ്ങനെ അവരുടെ പിണക്കമൊക്കെ മാറി അവർ സെറ്റായി. അപ്പോൾ ഗൗതം സാർ തണ്ണിമത്തൻ എന്ന് പറഞ്ഞിട്ട് ഗൗതം സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ ചിരിയും കളിയും തമാശയായിട്ട് അവരവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പിങ്കി ആട്ടോ. പിങ്കി ഇങ്ങനെ തല പുകഞ്ഞാലും നടക്കുക. പിങ്കിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ആലോചിച്ച്, അതായത് അർജുൻ്റെ വയറിലെ കാക്കപ്പുള്ളി കാണിച്ചു കൊടുത്ത അടയാളം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത് അർജുൻ്റെയും നയനയുടെയും ബന്ധം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. അല്ല, അർജുൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെയും അർജുൻ്റെയും ജീവിതം അന്വേഷിക്കേണ്ട ആവശ്യം അവൾക്ക് എന്താ? അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. വലിഞ്ഞ് കയറി വന്ന് കുറച്ച് നാൾ ഉറങ്ങിയും താമസിക്കണമെങ്കിൽ ആയിക്കോട്ടെ, അതുവരെ സ്വന്തം കാര്യം നോക്കി അവൾക്ക് നിന്നാൽ പോരെ എന്നൊക്കെ ചിന്തിക്കാം. മാസം പിടിക്കാനായിട്ട് എന്തിനെ എൻ്റെ ഇടയിലേക്ക് വലിഞ്ഞു കയറി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അവിടെ കുശുമ്പും കുന്നായ്മയും വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കൊരു മുഖം ഒരു നോട്ടം. അപ്പോൾ പിങ്കിക്ക് എന്താ ഞങ്ങളോട് ദേഷ്യം പോലെ എന്ന് മോഹിനി ചോദിച്ചപ്പോൾ എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, വെറുതെ ഓരോന്ന് ചോദിച്ച് ഇളക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ദേഷ്യമില്ല എന്ന് പറയുകയും ചെയ്യും, തലമുടി 4 വരെ കലി തുള്ളി നിൽക്കുകയും ചെയ്യുക. എന്താ പിങ്കി ചേച്ചി അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ കുന്തം നേരെ പാട് നോക്കി പോ പവിത്രേ എന്ന് പറഞ്ഞു പിങ്കി പവിത്രയോട് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ കരുതരുതെന്നും പറഞ്ഞു. ആ നയന കിടന്ന് ഷോ കാണിച്ചപ്പോൾ ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നീ മാത്രമല്ല അമ്മായിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. എൻ്റെ പൊന്നു മോളെ മഹാഭാവം പറയരുത്. എനിക്ക് നയനയുടെ ചോദ്യവും പറച്ചിലും തമാശയൊന്നും തീരെ പിടിച്ചില്ലായിരുന്നു. കുറച്ച് മുമ്പ് വരെ പവിത്രോട് ഞാൻ ആ കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് അവൾ മറകേൻ്റെയോ കാക്കപ്പുള്ളിയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇരുന്നങ്ങ് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഓ അതോ, അത് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ഓർത്ത് ചിരിച്ചായിരിക്കും എന്ന് പറഞ്ഞു മോഹിനി കിടന്ന് ഉരുണ്ട് കളിക്കുക. അല്ലെങ്കിൽ തന്നെ നയന എന്തൊരു പണിയാണ് കാണിച്ചത്, പൊതുമധ്യത്തിൽ വെച്ച് അപമാനിച്ചതുപോലെ ആയിരുന്നില്ല ആ ചോദ്യം എന്ന് മോഹിനി. അതെ ഭർത്താവിൻ്റെ ദേഹത്തെ പാടിൻ്റെയും പുള്ളിയുടെയും കാര്യമൊക്കെ ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിക്കാന്ന് പറഞ്ഞാൽ കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയാ എന്നൊക്കെ പവിത്രയും ചോദിച്ചു. ഇതൊക്കെ കേട്ട് പിങ്കി വല്ലാണ്ടായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് തല്ലുകൊള്ളി തരുന്ന് വേണം പറയാൻ. ഞാനും അർജുനും തമ്മിൽ എന്താ ബന്ധം ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ ചെകയാനും നോക്കാനും അവൾ ആരാ? അതാ ഇപ്പം എൻ്റെ ചോദ്യം. അവൾക്ക് ആരാ ഇതിന് അവകാശം കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ശരിയാ അവളാരാ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല അങ്ങോട്ടേക്ക് വന്നില്ലേ. ഇത്രയും നാളും അവിടെ കിടന്ന് അഴിഞ്ഞാടിയതല്ലേ പിങ്കി. ആ പിങ്കിയെ ഒതുക്കുന്നത് ഇപ്പം നമ്മുടെ അർജുൻ്റെ അമ്മ തന്നെയാണ്. സുമംഗല അങ്ങ് വന്നിട്ട് എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെയും അർജുൻ്റെയും ജീവിതത്തെ പറ്റി ചോദിക്കേണ്ട ആ ഒരു അവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്നും അവൾക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക്, എനിക്കും അർജുനും ഒന്നും അവൾ അങ്ങനെയല്ല കേട്ടോ എന്ന് സുമംഗല പിങ്കിയുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞില്ലേ. പിങ്കി ചൂളിപ്പോയി. ഞങ്ങളുടെ ജീവിതത്തിൽ അവൾക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണമേ ബാലേട്ടൻ്റെ പെങ്ങളുടെ മകളല്ലേ അവള്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അർജുൻ്റെ മുറപ്പെണ്ണ്. അതുകൊണ്ട് പിങ്കി ആട്ടി ഓടിക്കുക സുമംഗല. അപ്പം എന്ത് മുറപ്പെണ്ണായാലും ശരി, പിങ്കിയേക്കാളും വലുതൊന്നും അല്ലല്ലോ അവൾ അർജുൻ്റെ ജീവിതത്തിൽ എന്ന് മോഹിനി പറഞ്ഞപ്പം അത് നമ്മളല്ലല്ലോ അർജുനല്ലേ തീരുമാനിക്കേണ്ടതെന്ന് സുമംഗല പറഞ്ഞപ്പോഴും പിങ്കി അവിടെ നാണം കെട്ടിങ്ങനെ നിൽക്കുക. ഭാര്യയേക്കാൾ വലിയ സ്ഥാനമൊക്കെ ഉണ്ടോ മുറപ്പെണ്ണിനെന്ന് പവിത്ര ചോദിച്ചപ്പം അങ്ങനെയല്ല, ഇതൊക്കെ ഓരോ പദവികൾ മാത്രമല്ലേ, അതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിതത്തിൽ സ്ഥാനം കിട്ടണം എന്ന അർത്ഥമൊന്നുമില്ലല്ലോ. ഇപ്പം തന്നെ നയനയ്ക്ക് അറിയാവുന്നതിന് 100% പിങ്കിക്കറിയില്ല. അതിനർത്ഥം നയന അർജുന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തിൻ്റെ 100% പ്രാധാന്യം പോലും പിങ്കി അർജുന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല പറഞ്ഞപ്പോഴും പിങ്കി നാണം കേട്ട അവിടെ നിൽക്കുവാണ്. സുമംഗല കൂട്ടത്തിലെ പിങ്കി കേട്ട ശരിക്കും. അല്ലെങ്കിൽ പിന്നെ വളരെ നിസ്സാരമായ ആ ഒരു കാക്കപ്പുള്ളിയുടെ കാര്യം പിങ്കി അറിയാതെ പോകുമോ എന്ന് ചോദിച്ചപ്പം എനിക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് നയനയാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവളല്ലേ നിന്നോട് ചോദ്യം ചോദിച്ചത്, ഉത്തരം പറയാതിരുന്നത് പിങ്കിയുമാണല്ലോ. നയന ശരി ഉത്തരം പറയുകയും ചെയ്തു. ഇതിൽ നിന്നറിയാമല്ലോ എല്ലാം.
അപ്പോൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടും അറിയാൻ വയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പരസ്പരം സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് അലക്കി വിരിക്കലല്ല കുടുംബത്തിൽ പിറന്നവരുടെ ജോലിയെന്ന് പിങ്കി വലിയ ഷോ ഇറക്കി പറഞ്ഞു. അത് ചോദിക്കാതിരിക്കുക എന്നുള്ളതാ മര്യാദ എന്ന് പിങ്കി പറഞ്ഞപ്പോൾ അയ്യോ, അത് പിങ്കിക്കും നയനയെ അറിയാത്തത് കൊണ്ടാ. മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കത്തില്ല കേട്ടോ ആ കുട്ടിയെന്നും സുമംഗല പിങ്കിയോട് പറഞ്ഞു. എല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അതാ അവളുടെ പ്രകൃതം. അതുകൊണ്ട് പിങ്കി അതിൽ കയറി വല്ലാണ്ട് വറിയാവണ്ട. തുറന്ന പുസ്തകമെന്ന തറവാട്ടിൽ എല്ലാവരും അവളെ കളിയാക്കി വിളിക്കുന്നത്. അപ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിളിൽ നിന്ന് വിളിച്ചാലും വലിയ തെറ്റൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പിങ്കി പറയാണ്, അമ്മയല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്, അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. എൻ്റെയും അർജുൻ്റെയും കാര്യത്തിൽ കയ്യും കാലും ഇട്ട് ഇളക്കാൻ വരരുത് എന്ന്. പിങ്കിയുടെ കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷെ അർജുൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് സുമംഗല തീർത്തു പറഞ്ഞു. അവിടെയും പിങ്കി ചൂളി നിൽക്കുകയാണ്. ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ അവർ രണ്ടുപേരും. വളർന്നു, അത് മറക്കരുതെന്ന് പറഞ്ഞപ്പം വളർന്നിട്ടും രണ്ടും കണക്കായിരുന്നു. ഏത് നേരവും ചിരിയും കളിയും വഴക്കിടലും ഒക്കെയാ. സത്യം പറയാമല്ലോ, രണ്ടാളെയും കല്യാണം കഴിപ്പിക്കാൻ വരെ പല പ്ലാനുകളും ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ സുമംഗല പറഞ്ഞപ്പോൾ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. മോഹിനിയും പവിത്രയും ഇതായിട്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഓരോ യോഗക്കുറവ്, ആ വിവാഹം നടന്നില്ല. നയനയ്ക്ക് അർജുനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ കുറേ വൈകിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല പറയാം. അപ്പോൾ പിങ്കിക്ക് ഇപ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല. പിങ്കിയുമായിട്ടുള്ള അർജുൻ്റെ വിവാഹം ഉറപ്പിച്ചതോടെ ആ മോഹം അവൾ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു. അല്ല, ഈ കുഴിച്ചു മൂടിയതൊക്കെ പുറത്തെടുക്കാൻ വല്ല പദ്ധതി ഉണ്ടാവും എന്ന് മോഹിനി ചോദിച്ചപ്പം ആർക്കറിയാമെന്ന് സുമംഗല. പിങ്കി അർജുനുമായി എന്തായാലും പിരിയാൻ പോവല്ലേ, അത് കഴിഞ്ഞിട്ട് അറിയാം നയനയുടെ പ്ലാൻ എന്താണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല പറഞ്ഞപ്പോൾ പിങ്കി ആന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിങ്കിക്ക് ഒന്നും ഇല്ലാണ്ടാവും എന്നുള്ളത് പിങ്കിക്ക് മനസ്സിലായി, പേര് വഴിയിലാകുമെന്നും. അപ്പോൾ സുമംഗല വന്ന് നമ്മുടെ പിങ്കിയെ പെരുവഴിയിലാക്കിയെന്ന് തന്നെ പറയാം. അത് പറഞ്ഞ് സംസാരിച്ചൊന്നും സമയം പോയി അറിഞ്ഞില്ല, ഞാനങ്ങ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല അങ്ങ് പോവുകയും ചെയ്തു. സുമംഗല അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ചേച്ചി പിരിഞ്ഞു പോകണമെന്നാണോ അപ്പച്ചിക്ക് എന്ന് പവിത്ര ചോദിച്ചപ്പം ആയിരിക്കും, എന്തായാലും പിങ്കി പോയി കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ അംഗമാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ നിൽക്കുക. എങ്കിലതൊന്നും എനിക്ക് കാണണമല്ലോ. തൽക്കാലം പിങ്കി എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി എന്നിട്ട് പുതിയ തീരുമാനം എടുക്കുന്നു. മന്ദബുദ്ധി പിങ്കിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി, എല്ലാവരും കൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അരുന്ധതി, ലക്ഷ്മി ഇന്നലെ ആ പെണ്ണെന്തോ പലഹാരം ഉണ്ടാക്കിയിരുന്നല്ലോ, അത് തീർന്നോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തേക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നല്ലോ, എന്താ കഴിക്കണമെന്ന് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം എന്താ വെല്ലുമ്മയ്ക്ക് അവളുടെ കൈപ്പുണ്യം അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു പിങ്കി. ഏയ് അതുകൊണ്ടല്ല, എനിക്ക് ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയാം. ശരി ശരി, എനിക്ക് മനസ്സിലായി, ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അത് എടുക്കാൻ പോകുമ്പോൾ നന്ദ അങ്ങോട്ടേക്ക് വന്നു. അമ്മേ എന്ന് പറഞ്ഞു വിളിച്ച. അപ്പോൾ നീ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോളേജിലേക്ക് അസൈൻമെൻറ്റ് ഒന്നുകൂടി സാറിൻ്റെ കയ്യിലൊന്ന് കൊടുത്തു നോക്കാമെന്ന് കരുതി. അയാളുടെ അടുത്തേക്ക് തന്നെയാണ് മോള് പോകുന്നത്, നിന്നെ ഹറാസ് ചെയ്ത പിശാചിൻ്റെ അടുത്തേക്ക് അരുന്ധതി ചോദിക്കുക. എന്താ അയാളുടെ പേര്? അപ്പോൾ പ്രൊഫസർ വിജയശങ്കർ എന്ന് നന്ദ. ഇനി അയാളുടെ മുന്നിൽ ചെന്ന് കൊണ്ടൊന്ന് കാണിച്ചിട്ട് എന്താ മോളെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ മോളെ നിന്നോട് അകാരണമായി എന്തോ ഒരു ശത്രുതയുണ്ട് അയാൾക്ക് എന്ന് ലക്ഷ്മി അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേൾക്കുവാണ് പിങ്കി. അകാരണമൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്ന് നന്നായിട്ട് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യമാണ് വിജയാങ്കിൾ ഇവളോട് കാണിക്കുന്നു. പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ സ്വയം പറയുന്നു. നിനക്ക് ആ പഴയ പ്രൊഫസറെ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും എൻ്റെ മോള് സമയം കളയണ്ട, വേഗം ചെല്ലാൻ നോക്കാൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നയനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നന്ദ പോകാനായിട്ട് നിൽക്കുക. നയനെ എങ്ങോട്ടാ രാവിലെ എന്ന് നന്ദ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ഏത് വേഷത്തിൽ കാണാനും നല്ല ഭംഗിയാട്ടോ എന്ന് പറഞ്ഞപ്പം ശരിക്കും ശരിക്കും. അപ്പോൾ നന്ദമോള് പറഞ്ഞത് ശരിയാട്ടോ, അസലായിട്ടുണ്ടെന്ന് നമ്മുടെ ലക്ഷ്മിയും പറയാം. പത്രയ്ക്കൊക്കെ പറയാനുണ്ട് ലക്ഷ്മി എന്ന് അരുന്ധതി അന്നേരം ചോദിച്ചവിടെ ഇരുന്നു. നല്ല ഡ്രസ്സ് ഇട്ട ആൾക്കാർക്ക് ഭംഗി കാണും, അപ്പോൾ എനിക്കും വല്യമ്മയുടെ അഭിപ്രായമാണെന്ന് പിങ്കി കുശുമ്പ് കയറി അങ്ങ് പറഞ്ഞപ്പോൾ നമ്മുടെ നയന എന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് അവിടെ നിൽക്കുന്നവർക്ക് ഇന്നത്തെ കിടുക്കാച്ചി എപ്പിസോഡ് അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.